ഞാനിപ്പോൾ നിൽക്കുന്നത് നാട്ടിക ദേശീയപാത. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായ ഒരു ആക്സിഡൻറ്റ് നടന്നത്. കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ ഒരു ബോർഡ് ഇരിക്കുന്നത് കണ്ടോ, ഡൈവേർഷൻ എ ഹെഡ്. ആ ഡൈവേർഷൻ്റെ എവിടെയാണ് ഈ ആക്സിഡൻറ്റ് നടന്നത്, അതായത് 250 മീറ്റർ അകലെ. ഇപ്പോൾ നമുക്ക് ലോറികൾ പോകുന്നത് കണ്ടോ, ഒന്നുമില്ലെങ്കിൽ ലെഫ്റ്റിൽ പോകും, അല്ലെങ്കിൽ റൈറ്റിലൂടെ പോകാം. റൈറ്റിലൂടെ പോകിയാലാണ് NH കറക്റ്റ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രണ്ട് ഡൈവേർഷൻ എടുക്കാതെയാണ് ലോറി നേരെ ഈ ഡിവൈഡർമേൽ ഇടിച്ചുകൊണ്ട് അപ്പുറത്ത് കിടന്നുറങ്ങിയിരുന്ന ആളുകളുടെ മേലിൽ കൂടെ കയറിപ്പോയത്. ഇപ്പോൾ ദാ പുത്തൻ പുതു ഡിവൈഡേഴ്സ് ഇന്ന് സ്ഥാപിച്ചിരിക്കുന്നതാണ് ഈ വൈറ്റ് ആൻഡ് റെഡ്. ആദ്യം ഇവിടെ ഓറഞ്ച് കളർ ഡിവൈഡേഴ്സ് ആയിരുന്നു, അതിപ്പോൾ മാറ്റിയിട്ട് പുതിയ വാർക്ക ഡിവൈഡേഴ്സാണ് ഈ വെച്ചിട്ടുള്ളത്. അതായത് കൂടുതൽ ശക്തമായ ഏതൊരു വണ്ടിയും ഇടിച്ചു കഴിഞ്ഞാൽ തകർന്നു പോകാത്ത രീതിയിലുള്ള ഡിവൈഡേഴ്സ് ആണ് വെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഡ്രൈവർ കുറച്ച് നേരത്തേക്കൊന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരിക്കണം. കാരണം കള്ള് കുടിച്ചത് മാത്രമായിരിക്കില്ല, കണ്ണടഞ്ഞു പോയിട്ടുണ്ടാകും. അല്ലെങ്കിൽ എന്ത് തന്നെയായാലും രാത്രി അതിതിളക്കത്തോടെ നിൽക്കുന്ന ഫ്ലൂറസൻ തിളക്കത്തോടെ നിൽക്കുന്ന ഈ ഡിവൈഡേഴ്സും 100 മീറ്ററിന് തൊട്ടപ്പുറത്തുള്ള ഡൈവേർഷൻ എ ഹെഡ് എന്നുള്ള ബോർഡും കണ്ടേനെ. എത്ര കള്ളു കുടിച്ചവരായാൽ പോലും ഇത് കണ്ണിലേക്ക് അരിച്ചു കയറുന്നതാണ്. അതിനാണല്ലോ ഹൈലൈറ്റേഴ്സ് ഫ്ലൂറസൻ കളറിൽ വെക്കുന്നത്. പക്ഷേ ഡ്രൈവർ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരിക്കണം. ഇതാണ് സ്റ്റെയിൻസ്. എത്ര അടിച്ചു തുടച്ച് കളഞ്ഞിട്ടും പോകാതെ നിൽക്കുന്ന ബ്ലഡിൻ്റെ സ്റ്റെയിൻസാണ് ഈ റോട്ടിൽ കാണുന്ന ഒരു ബ്ലാക്ക് കളറിൽ വീഡിയോയിൽ കാണുന്നത്. അതായത് ഇവിടെയാണ് അവർ നിരന്ന് കിടന്നിരുന്നത്. 11 പേരിവിടെ നിരന്ന് കിടന്നിരുന്നു. ലോറി ഇരച്ച് കയറി വന്ന് 5 പേരുടെ മേലൂടെ കറക്റ്റ് കയറി ഇറങ്ങിയിരിക്കുന്നു. ഈ ഡിവൈഡർ ഇടിക്കുന്ന സൗണ്ട് കേട്ട് ഇവർ ഞെട്ടി ഉണർന്നിട്ടുണ്ടായിരിക്കണം പാവങ്ങൾ. പക്ഷേ ഒന്ന് കണ്ണുറന്ന് കാണുന്നതിന് മുൻപ് വിത്തിൻ സെക്കൻഡ്സ് അവരുടെ മേലൂടെ ലോറി കയറി പോയിട്ടുണ്ടാകുമായിരിക്കാം. ഡിവൈഡർ വെച്ചിട്ടുള്ളിടത്തു നിന്നും ഏകദേശം 50-60 മീറ്റർ അകലെ തന്നെയാണ് അവർ കിടന്നുറങ്ങിയിട്ടുള്ളത്. ഇരച്ചു കയറി വരുന്ന ലോറിയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു സെക്കൻഡ് അവർ പ്രയത്നിച്ചിട്ടുണ്ടാകാം. അതിലും മുൻപ് അവരുടെ മേലൂടെ കയറി ഇറങ്ങിയെന്ന് പറയാം. ഇതേ സമയം തന്നെ 6 പേർക്ക് ഇവിടെ നോടി രക്ഷപ്പെടാനും പറ്റിയിട്ടുണ്ട്. എത്ര സമാധാനപരമായിട്ടായിരിക്കും രാത്രി അവർ കഥയൊക്കെ പറഞ്ഞ് നക്ഷത്രങ്ങളൊക്കെ നോക്കി എണ്ണി കുട്ടികളോട് നക്ഷത്രങ്ങളെ കാണിച്ചും മൂണിനെ കാണിച്ചുമൊക്കെ കഥകൾ പറഞ്ഞ് ഉറങ്ങിയിട്ടുണ്ടാവുക അല്ലേ? മാത്രവുമല്ല, ഇതൊരു ഏകാദശി നൈറ്റും കൂടിയായിരുന്നു. തൊട്ടപ്പുറത്ത് തൃപ്രയാർ അമ്പലത്തിലെ ഏകാദശിയായിരുന്നു ഈ ദിവസം. ഏകാദശിയൊക്കെ കണ്ടു കഴിഞ്ഞ് വന്ന് വളരെ സന്തോഷപൂർവമായിരിക്കണം ഇവരെല്ലാവരും കിടന്നുറങ്ങിയിട്ടുണ്ടാകാം. ഉറങ്ങിയിട്ട് അധിക സമയമാകാനും വഴിയില്ല. കണ്ടോ, ഒരു കൊച്ചു ട്രൗസർ, ഇതിലും ബ്ലഡിൻ്റെ സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു. വണ്ടി കയറി ഇറങ്ങി തേമ്പി വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ അടയാളം കൃത്യമായി കാണാം. ആ ലോറി പോയ ഒരു അടയാളം കൃത്യമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെയാണ് അവർ കിടന്നുറങ്ങിയിരുന്നത്. ഇവിടെ നിന്നും ലോറി അവിടെ നിന്നാണ് ലോറി വന്നിട്ടുള്ളത്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, അവിടെ പുതിയ വാർക്ക ഡിവൈഡേഴ്സ് വെച്ചിട്ടുണ്ട്. അവിടെ ആദ്യം ഓറഞ്ച് കളർ ഡിവൈഡേഴ്സ് ആയിരുന്നു, അതാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിരത്തി വെച്ചിട്ടുള്ളത്. അത് അടിച്ച് തകർത്തുകൊണ്ടാണ് ലോറി ഇരന്നു കയറി ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. സൂക്ഷിച്ച് കണ്ട റോഡിലൂടെ വണ്ടിയുടെ അടയാളം, ടയറിൻ്റെ ബ്ലഡ് സ്റ്റെയിനോടുകൂടെ പോയ അടയാളം കാണാവുന്നതാണ്. അപ്പുറത്ത് കണ്ടോ, JK സിനിമ തിയേറ്ററാണിത്. അവിടെ ചെറിയൊരു റോഡുണ്ട്. ഇത് മിഡിലിൽ വരുന്ന ഒരു ദേശീയപാതയാണ്. ഇതിന് ഇപ്പുറത്ത് വേറൊരു റോഡുണ്ട്. അപ്പോൾ ഇതിപ്പോൾ JKയുടെ മുന്നിലത്തെ റോഡാണ്. ഡിവൈഡേഴ്സ് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇത് പുതിയതായി ഇന്ന് സ്ഥാപിച്ച ഡിവൈഡേഴ്സാണ്. ട്രാഫിക് ഡൈവേർഷൻ ഈ ബോർഡൊക്കെ അന്നും ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് 50-60 മീറ്റർ അകലെയായിട്ടാണ് നടുവിൽ അവരവിടെ കിടന്നുറങ്ങിയിരുന്നത്. ഇത് JK സിനിമ തിയേറ്ററിൻ്റെ ഭാഗമാണ്, ലെഫ്റ്റ് സൈഡ്. തൃപ്രയാർ നാട്ടിക ഏരിയയിലുള്ള മാർവാടികൾ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെയാണ് കിടന്നുറങ്ങാറ്. നമ്മൾ ഇപ്പോൾ തളിക്കുളത്ത് നിന്ന് വലപ്പാട് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നതാണ് എവറി ഡേ ഈവനിങ്. മാത്രമല്ല മകനുമായിട്ട് നൈറ്റ് സഞ്ചരിക്കാറുണ്ട് ഈ റൂട്ടിലൂടെ. അപ്പോഴൊക്കെ ഇവരെ കാണാറുണ്ട്.
കിച്ചു എന്നോട് ചോദിക്കാറുണ്ട്, ഇവരെന്താ അമ്മ ഇവിടെ റോട്ടിൽ കിടന്നുറങ്ങുന്നത്? റോഡ് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ളതല്ലേ, മനുഷ്യർക്ക് കിടന്നുറങ്ങാനുള്ളതല്ലല്ലോ എന്നൊക്കെ കിച്ചു ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, അവർക്ക് വീടൊന്നുമില്ല നമ്മുടെ പോലെ. അവർക്ക് ഒരു വീടോ വീടിനുള്ളിൽ നല്ലൊരു റൂമോ ഒന്നുമില്ല. അവരെവിടേക്കാണോ സഞ്ചരിക്കുന്നത് അവിടുത്തെ റോഡരികിലും ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെയാണ് അവർ കിടന്നുറങ്ങുന്നതും. അവിടെ തന്നെയാണ് അവർ അടുപ്പ് കൂട്ടി ഭക്ഷണം പാചകം ചെയ്യുന്നതും എന്നൊക്കെ കിച്ചുവിനോട് പലപ്പോഴായിട്ട് പറയാറുള്ളതാണ്. ഞങ്ങൾ ഈ കാര്യം ഡിസ്കസ് ചെയ്യാറുള്ളതാണ്, അമ്മയും മകനും. കളിപ്പാട്ടങ്ങളുടെ അവശിഷ്ടങ്ങളും കൊച്ചു ഡ്രസ്സുകളുടെയും വലിയവരുടെ ഡ്രസ്സുകളുടെയും അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ ചിന്നി അവിടെയും ഇവിടെയുമായിട്ട് കിടക്കുന്നുണ്ട്. മദ്യപിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നത് മാത്രമല്ല, ഈ അർദ്ധരാത്രിയിൽ വളരെ ദൂരം ഡ്രൈവ് ചെയ്ത് വണ്ടി ഓടിച്ചു പോകുന്നവർക്ക് സ്ഥിരമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ഉറക്കത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്ന ആക്സിഡൻസ്. നമ്മുടെ ഏരിയയിൽ നിരവധി ആക്സിഡൻസ് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അതിപ്പോൾ നമ്മുടെ ഏരിയ മാത്രമല്ല, എല്ലാ ഏരിയാസിലും നടക്കുന്ന സ്വാഭാവികമായ ഒരു കാര്യം അല്ലേ. എന്തായാലും നക്ഷത്രങ്ങളെ നോക്കി കഥ പറഞ്ഞ് അവരോട് സല്ലപിച്ച് അവരോട് ഒരു ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് ഉറങ്ങുന്നവരെ നക്ഷത്രങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കാം. അപ്പോൾ നക്ഷത്രങ്ങൾ വന്ന് അവരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി, അത്രയേ ഉള്ളൂ അല്ലേ.